അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പൊ സുബ്രഹ്മണ്യ സാറൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരിൽ 6 മണിക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണല്ലേ. അപ്പൊ നമുക്ക് ആ ഭാഗ്യവും ആ സന്തോഷവും ഒക്കെ തന്ന ജഗദീശ്വരനോട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സരിത. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്, പടമുകള്. ഈ ബയോട്ടോറിയത്തിൽ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോ ഡോക്ടർ രാജ് സാറ് പറഞ്ഞ മാതിരി നമുക്ക് ചിരിക്കാൻ, ഉള്ളു തുറന്നിങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് ബയോട്ടോറിയത്തിൽ വന്നതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ ആരോഗ്യം, എൻ്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇതിൽ വന്നത്. അപ്പൊ ഹെൽത്ത് ഒക്കെ വീണ്ടെടുക്കാനും എന്താ പറയാ, പഴയതിലും സൗന്ദര്യം കൂടാനൊക്കെ എനിക്ക് ബയോട്ടോറിയം തന്നെയാണ് സഹായിച്ചത്. ആത്മാർത്ഥമായി ചിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് രാജു സാറാണ്. രാജു സാറ് കുറച്ചായില്ലേ നമ്മളോട് സംസാരിച്ചിട്ട്, കുറച്ചായിട്ടുണ്ട്. പിന്നെ ഇന്നലെ വന്ന റിസൾട്ട് പറഞ്ഞു. സാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് ഓരോ ദിവസവും ഓരോരോ റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിഷയം എടുത്താലും വളരെ നല്ല റിസൾട്ടുകളും അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇതിൽ നല്ലൊരു ലീഡർ തന്നെയാണ് രാജ് സാറ്. എന്തായാലും പത്തനാപുരത്തുനിന്ന് നല്ല ഹെവി ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെവി റിസൾട്ടുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന രാജ് സാറാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക് എടുക്കുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് സാറിനെ ക്ഷണിക്കുകയാണ് ഞാൻ എല്ലാവരുടെയും ഭാഗത്തൂടെ. പ്ലീസ് വെൽക്കം രാജു സാർ. ഓക്കെ, താങ്ക് യു മാഡം. ഐ ആം വെരി ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് മീ. വെൽക്കം. അപ്പൊ അതിനെ സരിത മാഡം ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഒത്തിരി കഴിഞ്ഞാല് നമുക്കറിയാലോ, നമ്മുടെ മൈൻഡും ബോഡിയും മൈൻഡും എല്ലാം ക്ലിയർ ആകുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് യഥാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയൊക്കെ വെച്ച് ചിരിക്കുമ്പോൾ അതൊരു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ പുതിയ മുഖങ്ങളും പുതിയ പേരുകളും ഒരുപാടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് അഡീഷണൽ ആയിട്ടില്ല, വേറെ ഗ്രൂപ്പിൽ നിന്നൊക്കെ നമ്മുടെ സൂമിൽ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും ഒരു പക്ഷേ എങ്കിൽ എന്നെ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. പഴയ ആൾക്കാർക്കൊക്കെ എന്നെ മനസ്സിലാവും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ PM രാജു എന്നാണ്. ഒരു വെറ്റിനറി ഡോക്ടർ, ഒരു പാവപ്പെട്ട ഒരു വെറ്റിനറി ഡോക്ടറാണ്. ഞാൻ 33 വർഷം ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തു. പിന്നെ ഒരു ജില്ലയുടെ തലവനായിട്ട് വയനാട്ടിൽ നിന്നാണ് 2011 റിട്ടയർഡായി. ഇപ്പം സുഖമായിട്ട് പത്തനാപുരം എന്ന് പറഞ്ഞ എൻ്റെ ജന്മസ്ഥലത്ത് ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. ഞാനും വൈഫും മാത്രമേ ഉള്ളൂ വീട്ടിൽ. 2 പെൺമക്കളുണ്ട്. അവർ 2 പേരും അമേരിക്കയിലാണ്. അവർക്ക് സുഖമായിട്ട് അമേരിക്കയിൽ താമസിക്കുന്നു. ഞാനിപ്പോൾ നല്ല ബിസിയാണ്. കാരണം എനിക്ക് നല്ലപോലെ ഇപ്പോൾ വീണ്ടും ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങി. എൻ്റെ പ്രൊഫഷൻ്റെ പ്രാക്ടീസ് ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല. കേരളത്തിൽ തന്നെ റിട്ടയർമെന്റ് 71 വയസ്സായി. ഈ 71ാമത്തെ വയസ്സിലും പ്രൈവറ്റ് പ്രാക്ടീസ്, പാവപ്പെട്ട ക്ഷീര കർഷകരുടെ വീട്ടിൽ പോയി അവരുടെ ഉരുക്കളെ ചികിത്സ ചെയ്ത് സൗഖ്യമാക്കി കൊടുക്കുന്ന ആ ഒരു വലിയ ഒരു ദൗത്യത്തിൽ ഞാൻ ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുന്നു. മിണ്ടാപ്രാണികളെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അവരുടെ കുടുംബനാഥന ആ മിണ്ടാപ്രാണികൾ. അതിലുപരി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയുടെ പണി, ചർച്ച്, അതിൻ്റെ ട്രസ്റ്റി, പിന്നെ എനിക്കൊരു ഡ്രാഗൺ ഫുഡ് പ്ലാന്റേഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ രാവിലെ എണീച്ചാൽ വൈകുന്നേരം വരെ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഈ ബയോട്ടോറിയം കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് വലിയ പ്രൊമോഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ വീണ്ടും ഞാൻ ശക്തമായിട്ട് തന്നെ ഈ ഫീൽഡിലോട്ട് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ വിട്ടൊന്നും നിന്നിട്ടില്ല. അപ്പൊ എൻ്റെ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് കൊണ്ടും നമ്മുടെ സജീവമായിട്ട് വന്നു. ഇന്നലെ ഞാനും മനോജ് സാറും ഒക്കെ കൊട്ടാരക്കര ഞങ്ങൾ മീറ്റ് ചെയ്തു. വളരെ സന്തോഷകരമായ ഒരു നല്ലൊരു ടീമിന്റെ, കൊട്ടാരക്കര ടീം എന്ന് പറയും, ടീമിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ഞാനൊരു ചെറിയ ക്ലാസ് ഒക്കെ എടുത്തു. ഒരുപാട് പുതുമുഖങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും എൻ്റെ വളരെയധികം സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ സൂമിൽ കയറിയതിന്. പിന്നെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ എൻ്റെ സൂമിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന സബ്ജക്റ്റ് മാഗ്നറ്റിസം എന്നാണ്. ഈ മാഗ്നറ്റിസത്തെ പറ്റിയാണ് നമ്മൾ ഈ ആദ്യത്തിൻ്റെ അകത്ത് കയറിയപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും പറയുന്നത്. പലരും പല വേർഷനിലാണ് മാഗ്നറ്റിസത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതും പറയുന്നു. അത് നല്ലതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഫേസിന്റെ മുന്നേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ആദ്യമായിട്ട് കാണുന്നത് സലീം സാറിനെ. സത്യം പറഞ്ഞാൽ സലീം സാറിന്റെ ആദ്യത്തെയൊക്കെ
സെമിനാർ കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ എക്സലന്റ്, ഞങ്ങളെക്കാട്ടിലും പഠിച്ചവരെക്കാട്ടിലും ഒക്കെ വളരെയധികം വളരെ താഴ്ന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ പാർട്ടും നമുക്ക് ആവശ്യമുള്ള പാർട്ടെല്ലാം ടച്ച് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് പറയുന്നതിൽ സലീം സാർ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം പുള്ളി അത് ഡെഡിക്കേറ്റഡ് അത് പഠിക്കാൻ ശ്രമിച്ചു. പലരുടെ കോൺവെർസേഷനിലുള്ള എൻ്റെ ചില വാക്കുകളും പുള്ളി കടമെടുത്തിട്ടുണ്ട്. അപ്പം പലരുടെ വാക്കുകൾ ക്രോഡീകരിച്ച് പുള്ളി പറയുമ്പോൾ അത് നമുക്കൊരു നല്ലതായിട്ട് തോന്നും. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടമാക്കും. അപ്പൊ സലീം സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരനെ ഇപ്പം കാണാനില്ല, അലിക്കായെ. അപ്പൊ അലിക്കായെ എന്നെ വിളിക്കുമ്പോ എന്റെ സ്നേഹാന്വേഷണം പറ, കാരണം അതൊക്കെ ഞങ്ങളെല്ലാം രീതിയിൽ സ്നേഹബന്ധമുള്ള വ്യക്തികളായിരുന്നു. അതുപോലെ തന്നെ ഗീതാ മാഡം ഒക്കെ കാണാൻ വളരെ സന്തോഷമുണ്ട്, പഴയ ആൾക്കാർ. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം. ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഈ സെക്ഷനില് നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് കൂട്ടിക്കലർത്തിയായ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി പറയുന്നത് നല്ലതായിരിക്കും. ഇപ്പം തന്നെ നമ്മള് ഒരു സെമിനാർ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ അനുഭവം, ഞാനിപ്പം സെമിനാർ എടുക്കുന്ന ആദ്യമൊന്നുമല്ല. എൻ്റെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റില് എഫക്ട് ഓഫ് ബയോമാഗ്നറ്റിസം ഇൻ വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ് എന്നുള്ള വളരെ വലിയ ചാപ്റ്റർ എടുക്കുന്ന ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അത് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളും ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ സെമിനാറിന് ഭയങ്കര ആളുകൾ, മിനിസ്റ്ററുടെ പ്രസൻസിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് 27 വർഷം കൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതെങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ പറയുന്നത് എൻ്റെ പ്രൊഫഷനാണ്. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേയും കാട്ടി നല്ലത് രോഗം വരാതെ ചികിത്സിക്കുന്നതാണ്. അത് അനിമൽസിലായിരുന്നു ഞാൻ എടുത്തോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എഫക്ട് ഓഫ് ബയോമാഗ്നറ്റിസം ഇൻ വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. കാട്ടിൽ വളരുന്ന ജന്തുജീവങ്ങൾക്കും മൃഗങ്ങൾക്കും ബയോമാഗ്നറ്റിസം എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അവരുടെ ജീവിതത്തിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, നാട്ടിൽ നമ്മൾ വളർത്തുന്ന പശു, പട്ടി, പൂച്ച അങ്ങനെയുള്ള ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസിലെ ബയോമാഗ്നറ്റിസം എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ ദൈവം മനുഷ്യരെ, മൃഗങ്ങളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്ന വാക്കിനപ്പുറമായിട്ട് എന്നെ ഒന്നുകൂടെ മനുഷ്യനെ എങ്ങനെ, അതായത് കാട്ടിൽ വളരുന്ന മനുഷ്യർ എന്തുമാത്രം ട്രൈബ്സ്, ഏതെല്ലാം ട്രൈബ്സാ, ഷെൽട്ടറില്ല, നിറഞ്ഞ ഭൂമിയിൽ കിടന്നുറങ്ങുന്ന 24 മണിക്കൂറും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കാലമായിട്ട് ബോഡി ടച്ച് ചെയ്ത മനുഷ്യരും, നമ്മൾ സുഖലോലുപരായിട്ട് മണ്ണ് വേണ്ട, നമുക്ക് ഭൂമി വേണ്ട എന്ന് ത്യജിച്ച് അതിനെ ഏറ്റവും നികൃഷ്ടമായുള്ള ചെരുപ്പ് കൊണ്ട് ചവിട്ടി മതിച്ച് നിൽക്കുന്ന ജനങ്ങളും, കോൺക്രീറ്റും മൊസൈക്കും അങ്ങനെ ആഡംബര ജീവിതത്തിൽ കാറയിലും കട്ടിലേലും ഭൂമിയുമായിട്ട് നമുക്ക് ബോഡി ഒരു ടച്ചും ഇല്ലാത്തവരുടെ ജീവിതവും തമ്മിലുള്ള കമ്പാരിസനാണ് ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സബ്ജക്റ്റ്. അപ്പൊ അത് തീർച്ചയായിട്ടും വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കിയ പ്രാക്ടിക്കൽ നോളജാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു പ്രചോദനം തന്ന, അല്ലാതെ എന്നെ ഈ ഒരു സൂമിലോട്ട് ക്ലാസ് എടുക്കാനും ഇതിലോട്ട് കൂടുതൽ പ്രചോദനം ചെന്ന ഒരാളുണ്ട്. ഇപ്പൊ സാഗർ ജോഷി സാറിന് നമ്മളെല്ലാവരും നമിക്കുന്നു, പുള്ളിയോ മൂലമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മുടെ കേരളത്തില് ഈ പ്രോഡക്റ്റും കൊണ്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മാന്യനായ ഒരു വ്യക്തിയുണ്ട്. തീർച്ചയായിട്ടും സൂം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഞാനൊന്ന് മാനിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് കോപിക്കും. അത് നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാറാ. മനോജ് സാറും ഞാനുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ടച്ചാ ഞങ്ങളുടെ ഫാമിലിയുമായി. മനോജ് സാറും ഞാനുമായിട്ട് അതൊരു ബൈൻഡഡ് ടച്ചാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുകയും നമുക്ക് മറുപടി പറയുകയും നമ്മളോടത്ത് സഹകരിക്കുകയും വീട്ടിൽ വരികയും കിടന്നുറങ്ങുകയും ആഹാരം കഴിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, സിമ്പിൾ മനുഷ്യൻ, ഹമ്പിൾ മനുഷ്യൻ. പുള്ളിയാണ് എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ പുള്ളിയെ കണ്ടു, വളരെ സന്തോഷം. മനോജ് സാറിന്റെ അറിവിലും സംസാരത്തിലും നോളജിലും ബോഡി ലാംഗ്വേജിലും എല്ലാം എല്ലാവരോടും ഒരുപോലെ എളിവരെ വളരെയധികം കരുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മനോജ് സാറിന്റെ എൻ്റെ കീഴിൽ നമ്മുടെ ഈ ബയോട്ടറിയം ഫാമിലി, നമ്മുടെ കുടുംബനാഥൻ എന്ന് വിശേഷിപ്പിക്കുന്ന മനോജ് സാറിന്റെ വീട്ടിൽ നമ്മൾ സന്തോഷത്തോട്, സുഖത്തോട്, ക്ഷേമത്തോട്, ആരോഗ്യത്തോട്, സമ്പൽ സമൃദ്ധിയോട് നമുക്ക് ജീവിക്കുന്നത് വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും പുള്ളിയുടെ തുടർന്നുള്ള നേതൃത്വം നമുക്ക് വളരെയധികം പ്രയോജനമാകട്ടെ, പുള്ളിയെ കൂടുതലായിട്ട് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ പോർഷനിലേക്ക് കടക്കാം. താങ്ക് യു മനോജ് സാർ. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഹാപ്പിനെസ്സാ, അല്ലേ? ഹാപ്പിനെസ് വേണമെങ്കിൽ നമുക്ക് ആരോഗ്യം സമ്പത്തും ഉണ്ടെങ്കിൽ മാത്രമേ ഹാപ്പിനെസ് കിട്ടുള്ളൂ. ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാകും. അപ്പൊ ആരോഗ്യം വേണമെങ്കിൽ ഏറ്റവും നമ്മൾ പ്രകൃതിയോട്
അടുത്ത് ജീവിച്ചെങ്കിലേ നമ്മൾക്ക് ആരോഗ്യം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ആശുപത്രിയില്ല, മരുന്നില്ല, ഡോക്ടറില്ല. അവര് നാട്ടു ചികിത്സയും അവരുടെ ഭൂമിയുമായിട്ട് മല്ലിട്ട് ജീവിച്ചു. മല്ലിടെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കിടന്നും ജീവിച്ചും കിളച്ചും ചെരുപ്പിടാതെ നടന്ന് ഭൂമിയുടെ എല്ലാ വരദാനങ്ങളും അനുഭവിച്ച് ജീവിച്ചവർക്ക് അവർക്ക് വലിയ അസുഖമൊന്നുമില്ല. അന്ന് ആശുപത്രിയില്ല, ഒന്നുമില്ല. ഞാൻ 1974 വെറ്റിനറി കോളേജിൽ പഠിക്കാൻ പോകുന്നത്. അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നിടം വരെ എനിക്ക് ചെരുപ്പില്ല. ഓടിയാ സ്കൂളിൽ പോകുന്ന 74 കാര്യം പറയുന്നത്. അപ്പൊ വെറ്റിനറി കോളേജിൽ പോയാൽ എല്ലാവർക്കും ചെരുപ്പുണ്ട്, അന്ന് നമുക്ക് ചെരുപ്പില്ലെന്ന് പറഞ്ഞു. ചെരുപ്പില്ലെന്ന് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. അവിടെയൊക്കെ സ്പോർട്സ് ഒക്കെ ആയിട്ട് പിന്നെ സർവീസിൽ കയറി ഷൂ വാങ്ങിച്ചു. അങ്ങനെ സർവീസിൽ കയറി ഈ കോളേജിൽ പോകുന്നിടം വരെ നമ്മൾ വെള്ളമൊന്നും അടിച്ചിട്ടില്ല, സീറ്റ് വലിച്ചു. കോളേജിൽ പോകാൻ അതെല്ലാം തുടങ്ങി. ജോലി കിട്ടിയ കാശായി, പിന്നെ അതിനെക്കാട്ടി കൂടുതൽ വർഷത്വം തുടങ്ങി. അപ്പൊ നമ്മളെല്ലാം ഈ പ്രകൃതിയുമായിട്ട് മാറി നമ്മുടെ ജീവിതശൈലിയൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അസുഖം കൂടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അസുഖം കൂടി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രോഗബാധിതനായിട്ടേ എല്ലാവരും മരിക്കത്തുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മരിക്കണമെങ്കിൽ തന്നെ 5 ലക്ഷം രൂപ ബാങ്കിൽ വേണം. മരിക്കണമെങ്കിൽ സുഖത്തോട് ആശുപത്രി കിടന്ന് മരിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. അപ്പൊ ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തി. ഇന്ന് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. മെഡിക്കൽ ഇൻഡസ്ട്രിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ലോകം വളർന്നു, ലോകം വികസിച്ചു, ലോകം നല്ലപോലെ നമ്മൾ കണ്ടതിന് മുമ്പിൽ കാണാത്ത വിധത്തിൽ തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രി ലോകത്തെ ഭരിക്കുന്ന രീതിയിലോട്ടായിപ്പോയി. അല്ലെ? നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഡോക്ടേഴ്സിനെയാണ്, അല്ലെ മെഡിക്കൽ ഡോക്ടർ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ചർച്ചാ വിഷയം എന്തോ? അസുഖം, രോഗം, ഇന്ന ഡോക്ടർ, ഇന്ന ആശുപത്രി, ഇന്ന ടെസ്റ്റ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് എവിടെ, ലോകത്ത് എവിടെയും. നമ്മുടെ കൂടുതൽ താല്പര്യവും നമ്മുടെ മൈൻഡും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം അതിനു വേണ്ടിയാണ് ചിലവാക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അമ്മച്ചി അസുഖമായി ആശുപത്രി പോയി, എത്ര പേരെ അവരെ കാണാൻ പോകുന്നു, കാറ് പിടിക്കുന്നു, അതിന് വേണ്ടി കൂലി കൊടുക്കുന്നു, മെഡിസിൻ വാങ്ങിക്കുന്നു, മെഡിക്കൽ ഷോപ്പിൽ പോകുന്നു. അങ്ങനെ മെഡിക്കൽ ഇൻഡസ്ട്രി അങ്ങ് വളർന്നു. യഥാർത്ഥത്തിൽ മെഡിക്കൽ ഇൻഡസ്ട്രി പുരോഗമിച്ച് വരുമ്പോൾ രോഗികളുടെ നമ്മൾ കുറയേണ്ടതാണ്. കറക്റ്റ് സലീം സാറ്? മെഡിക്കൽ ഇൻഡസ്ട്രി വളരുമ്പോൾ രോഗികളെ ആക്ച്വലി കുറയേണ്ടതാണ്. ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രി വളരുമ്പോൾ അതിനെക്കാട്ടിൽ വേഗത്തിൽ രോഗികളുടെ, അതായത് പേഷ്യന്റിന്, അതായത് ഡിസീസ് ആയിട്ടുള്ളവരുടെ ഇൻഡസ്ട്രി വീണ്ടും അതിന് മേളിൽ വളരുക. അപ്പൊ എല്ലാവരും അങ്ങോട്ടാണ് ആ ശ്രദ്ധ, അല്ലെ? അപ്പൊ നമുക്ക് ആരോഗ്യം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് സന്തോഷം വരത്തില്ല. സന്തോഷം റീഗെയിൻ ചെയ്യാനായിട്ടാണ് നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രി, ആശുപത്രി, ഡോക്ടേഴ്സിനെ നമ്മൾ സമീപിക്കുന്നത്. എന്നാൽ നമ്മുടെ പഴയ ഒരു തിയറി ഉണ്ട്, അല്ലെ? പഴയ നമ്മുടെ പൂർവ്വതാക്കന്മാർ ജീവിച്ച ഒരു സ്റ്റൈലിൽ നമ്മൾ മാറിയത് കൊണ്ടാണ് ഈ മെഡിക്കൽ ഇൻഡസ്ട്രി വളർന്നത്, രോഗികളുടെ ഇൻഡസ്ട്രി വളർന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇപ്പൊ തന്നെ നമ്മുടെ പൂർവ്വതാക്കന്മാര് മണ്ണുമായിട്ട് മല്ലടിച്ചു. മണ്ണെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാമാ. മണ്ണെന്നും ഭൂമിയും മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവര് വേറെ ഒന്നുമില്ല. അതിൽ നിന്നാണ് എല്ലാം ഉടലെടുത്തത്. ബൈബിളിൽ പറയുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഈ 2 ഡോക്ടേഴ്സുമാരെ സൃഷ്ടിച്ചു, എക്സ്പേർട്ട് ഡോക്ടേഴ്സാ. അവരുടെ കയ്യിൽ എന്തൊക്കെയോ വിദ്യയുണ്ട്? അവർക്ക് പ്രിവെൻഷനും ഉണ്ട്, ക്യൂറും ഉണ്ട്. രോഗം സൗഖ്യമാക്കുകയും ചെയ്യും, രോഗം വരാതെ സൂക്ഷിക്കുകയും ചെയ്യും. ഈ 2 ഡോക്ടർമാർ. ഈ 2 ഡോക്ടർമാരെ ഒരാളെ നിയമിച്ചത് താഴെയും ഒരാളെ മേടിച്ചത് തലയ്ക്ക് മേളിലും. സൂര്യനെ നിയമിച്ചെവിടാ? ആകാശത്ത്. ഭൂമിയെ നിയമിച്ചെവിടാ? ഭൂമി നമ്മുടെ തറയിൽ. അപ്പൊ ഈ 2 ഡോക്ടർമാരുടെ ഇടയ്ക്ക് 2 പവർ ഉണ്ട്. അവർക്ക് പ്രിവെൻഷനും ഉണ്ട്, ക്യൂറും ഉണ്ട്. ഈ 2 പവറിന്റെ ഇടയ്ക്ക് ഏത് ജീവജാലങ്ങൾ ജീവിച്ചാലും അസുഖം വരില്ല. അതുകൊണ്ടാണ് ദൈവം 2 ഡോക്ടർമാരെ സൃഷ്ടിച്ചിട്ടാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത്. അപ്പൊ അവരില്ല. അപ്പൊ അതിനകത്തുനിന്ന് അവരുടെ സർവീസ് വേണ്ട, എനിക്ക് മേഡ്, മനുഷ്യൻ മെയ്ഡ് ആയിട്ടുള്ള ആയ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് കാശുണ്ട്, സമ്പത്തുണ്ട്, എനിക്ക് മണ്ണിൽ തൊടേണ്ട കാര്യമില്ല, എന്നിൽ ചവിട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സുഖലോലുപതയിലോട്ട് മാറിയപ്പോൾ രോഗം നമ്മളെ പിന്തുടർന്നു. അത് നമ്മളെ കുഴിയിലോട്ട് കൊണ്ടുപോകും, നമ്മുടെ ആയുസ് കുറയ്ക്കും. അപ്പം ഇന്ന് നമ്മള് രാജു ഡോക്ടർ പറഞ്ഞു, സൂര്യന്റെയും ഭൂമിയുടെയും മണ്ണിന്റെ ഇടയ്ക്ക് ജീവിച്ചാൽ കുഴപ്പമില്ലെന്ന്. ഇന്ന് ഞാൻ സലീം സാറിനോടോ അല്ലെ ആരോടെങ്കിലും ഗീതാ മാഡത്തിനോടോ പറയാ, നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളുടെ അസുഖം എല്ലാം മാറും. നിങ്ങൾ ഭൂമിയിൽ ഒരു 2 മണിക്കൂർ പോയി തറയിൽ കല്ല് മാറ്റിയിട്ടൊന്ന് കിടന്നുറങ്ങും ഉച്ചയ്ക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കാൽപാദ ഭൂമി ടച്ച് ചെയ്ത് ചെരുപ്പില്ലാതെ നടക്കുക. ഒരു പരിധി വരെയും നമ്മളെ രക്ഷിക്കും. ഫുൾ പരിധി രക്ഷിക്കത്തില്ല. കാരണം നമ്മളെ ഉള്ളിൽ പോകുന്നത് ടോക്സിനാ, വായു ടോക്സിനാണ്, വെള്ളം ടോക്സിനാണ്, ആഹാരം ടോക്സിൻ, എല്ലാം വിഷമുള്ള സാധനമാണ്. അപ്പൊ ഒരു പരിധി വരെ നമ്മുടെ ആരോഗ്യത്തെ വലിയ കുഴപ്പമില്ലാതെ ഓടിക്കാനായിട്ട് ഭൂമിയെ ടച്ച് ചെയ്ത് കുറച്ച് സമയം ഉണ്ടാലും
രാവിലത്തെ 7-8 മണി വരെയുള്ള സൂര്യപ്രകാശം കൊള്ളുകയും ഭൂമിയുമായിട്ട് ടച്ച് ചെയ്ത് നമ്മുടെ കാൽപാദം ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഭൂമി കിടന്നാൽ ഒരു പരിധി വരെ നമ്മുടെ ആരോഗ്യത്തോട് ജീവിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് അതിന്റെ 1% പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല, കാണുന്നില്ല. സൂര്യരശ്മി കൊള്ളത്തില്ല, കുട വേണം അല്ലേ, അല്ലെ വേർക്കും, അല്ലെ നമ്മുടെ കളർ പോകും. മണ്ണിൽ ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാല് അഴുക്കാവും, അല്ലെങ്കിൽ ആണിയോ മുള്ളോ എന്തും കൊണ്ട് കയറും, പിന്നെ ആശുപത്രി പോകണം, ഡയബറ്റിക്, അങ്ങനെ നമ്മൾ അതുമായിട്ട് ടച്ച് ഇല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഭൂമിയിൽ പോയി കിടക്കുക അല്ലെ സൂര്യപ്രകാശങ്ങൾ, അത് ഔട്ട് ഓഫ് റീച്ച്, ഔട്ട് ഓഫ് ക്വസ്റ്റ്യന്, അത് പറയാൻ പറ്റില്ല. അപ്പൊ ആ വെളിച്ചത്തിലാണ്, അതാണ് പശ്ചാത്തലം. നമ്മൾ ഇന്ന് ഈ സൂമിന്റെ മുന്നേ ഇരിക്കാനുള്ള വലിയൊരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ ദൈവം സാഗർ ജോഷി കൂടെ പ്രവർത്തിച്ചെന്നാണ് ഞാൻ പറയുന്നത്, അല്ലേ? അപ്പൊ അദ്ദേഹം ഈസ് എ ക്വാളിഫൈഡ് മെയിൻ ഇൻ ദി സബ്ജക്ട്. ഏതാ ഈ ബയോട്ടോ അല്ല മാഗ്നറ്റിക്സ് PhD എടുത്തു, നാനോ ടെക്നോളജി. മാഗ്നറ്റിക്സ് PhD എടുത്തുന്ന പൂർവ്വകാലത്തെ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളതിലാണ് PhD എടുത്തത്, അദ്ദേഹം PhD എടുത്തത്. പിന്നെ രണ്ടാമത് ഇപ്പം മെയിൻ മെയ്ഡ് ടെക്നോളജിയാണ് നാനോ ടെക്നോളജി, അതിലാണ് PhD എടുത്ത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി യോജിപ്പിച്ചത് ദൈവം കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ച് അയാളെ കൊടുത്ത, അദ്ദേഹത്തെ കൊടുത്ത. അദ്ദേഹം തന്നെ കമ്പനി തുടങ്ങി, അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്, അദ്ദേഹത്തിന്റെ നോളജ്, അദ്ദേഹത്തിന്റെ കമ്പനി, അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ, അദ്ദേഹം നമുക്ക് ചെയ്യുന്ന ഉപകാരം, നമ്മുടെ കൂടെ നിൽക്കുന്നത്, ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി വരുമ്പോൾ അദ്ദേഹം ഒരു ദൈവ പുരുഷനാണെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അത് മുഖാന്തരമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് അപ്പൊ അദ്ദേഹത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് അദ്ദേഹം എടുത്തെന്നറിയാമോ? ഇനി മണ്ണിലോ സൂര്യപ്രകാശത്തിന്റെ കീഴിൽ ജീവിക്കാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഭൂമിയിലുള്ള എനർജി നമ്മളാക്കി മനുഷ്യനാക്കി നിലനിർത്തിയ ഒരു എനർജി ഉണ്ട്, അത് മാഗ്നറ്റിക് എനർജിയാണ്. നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ അല്ലെ, വായു, വെള്ളം, ആഹാരം, സൺലൈറ്റ് ആൻഡ് എർത്ത്. ഈ എർത്തിനെ ആദ്യമേ കൊടുക്കണ്ടേ. പഞ്ചഭൂതങ്ങളിൽ 5ാമത്തെ സ്ഥാനമാണ് ഭൂമി അല്ലെ മാഗ്നറ്റിസം. ഈ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ, ബേസ് ആയിട്ടുള്ള ഭൂമിയിൽ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ ഈ വായുവും വെള്ളവും ആഹാരവും ഒന്നും പ്രവർത്തിക്കത്തില്ല. അപ്പം ഫസ്റ്റ് ഈസ് ദ മാഗ്നറ്റിസം. അത് എവിടുന്നാ കിട്ടുന്നത്? ഭൂമിയിൽ നിന്ന്. ആ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് നമ്മുടെ ഈ ലോകത്തിന്റെ എല്ലാ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ മാഗ്നറ്റ് ഉണ്ട്. അതിന്റെ പവറാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ ഭൂമിയിൽ നിന്നും ഇപ്പൊ പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജിയിലാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും, ഇഴജന്തുക്കളും ജീവജാലങ്ങളും മനുഷ്യരും ഭൂമിയും എല്ലാവരും ജീവിക്കുന്നത് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജിയിലാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിലെ സഫീഷ്യന്റ് അല്ല. കാര്യം എന്താ? നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ജീവിതചര്യ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ സെൽസിനെ വീക്കാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിലെല്ലാം ഉപരി വൈഫൈ റേഡിയേഷൻ, മൊബൈൽ റേഡിയേഷൻ, ഇത് നമ്മുടെ ശരീരത്തെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് മാത്രം പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജി ഈസ് നോട്ട് സഫീഷ്യന്റ് ഫോർ ഹ്യൂമൻ ബീയിങ്. നമ്മുടെ കപ്പൽ അല്ല, നമ്മുടെ വണ്ടി ഓടാൻ അത് സഫീഷ്യന്റ് അല്ല, അല്ലേ? നമ്മൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊന്ന് തിങ്ക് ചെയ്ത്, അപ്പൊ സലീം സാറിനോട് ചോദിക്കുക, സാറ് മാഗ്നറ്റിക് ബെഡ് ഉപയോഗിക്കുന്നു, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനും ജീവിക്കുന്നില്ല. സാറ് പറഞ്ഞ മാഗ്നറ്റിക് എനർജി ഇല്ല, ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ ബെഡിൽ കിടക്കുന്നില്ലല്ലോ, ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഇന്ന് വല്ലപ്പോഴും അസുഖം വരും, അത് ഡോക്ടറെ കാണും, മരുന്ന് കൊടുക്കും, അത് കറക്റ്റാണ്. എന്താ കാര്യം? നിങ്ങളോട് ഓരോരുത്തരോട് ചെന്ന് ചോദിക്കും, എന്നോട് വരെ ചോദിച്ചാൽ, രാജു ഡോക്ടർ ഈ മാഗ്നറ്റിക് ബെഡ് എന്തിനാ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളോടും ചോദിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, നിങ്ങൾ ബെഡേ കിടക്കുന്നു, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കും, ഞങ്ങളും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ ആൻസർ പറയുന്നത്? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ നമ്മൾ പറയണം, ഓക്കെ, യെസ്, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ബുദ്ധിമുട്ടായിട്ട് പോകും, ഞങ്ങളുടെ ഈ മാഗ്നറ്റിക് ബെഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടായിട്ട് പോകത്തില്ല. ഇതല്ലേ അതിന്റെ ആശയം. എന്താ കാര്യം? ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് പുറപ്പെടുന്ന എനർജിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ജീവിക്കുന്നത് ഭൂമിയിൽ നിന്ന് കുറിച്ചെടുക്കുന്ന ആക്ച്വൽ ദൈവത്തിന്റെ സൃഷ്ടിയായ ആ പ്രോഡക്റ്റ് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് ബെഡിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ പവറും അതിന്റെ അഡ്വാൻറ്റേജും അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. റൈറ്റ്? അപ്പോഴാണ് അവന്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഈ ബയോമാഗ്നറ്റിക് മാറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ കിടക്കുന്ന പ്രതീതിയും ഡയറക്റ്റ് മാഗ്നറ്റിസം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് മാഗ്നറ്റിസം ഭൂമിയിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിൽ 2 ഹാർട്ട് ഉണ്ട്. ഒരു ഹാർട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാം, നമ്മുടെ നെഞ്ചത്ത്. ആ ഹാർട്ട് പമ്പിങ് ഹാർട്ടാണ്, ബ്ലഡ് സർക്കുലേറ്റിംഗ് മെഷീനാണ്. ആ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഓക്സിജന്, വാട്ടർ, ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ സെൽസിന് കൊടുത്ത് നമ്മുടെ ബ്രെയിൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരം ചെയ്യുന്നത്. എന്നാൽ
നമുക്ക് ഡയറക്റ്റ് മാഗ്നറ്റിസം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ സെൽസ് ഫുൾ ചാർജ് ആകത്തുള്ളൂ. ഇപ്പൊ കറണ്ട് പോകുമ്പോൾ നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യും? നല്ല പ്രകാശിച്ചുകൊണ്ടിരുന്ന ലൈറ്റിന്റെയും ബ്ലിങ്ക് ചെയ്യും, പ്രകാശം കാണത്തില്ല. അപ്പൊ പ്രകാശമില്ലാത്തവരായിട്ടാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നശിക്കുകയും രോഗത്തിന് ഗ്രാജുവലായിട്ട് അടിമയാകുകയും ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്നതായ ശ്വസിക്കുന്നതായ നമ്മുടെ മാഗ്നറ്റിസത്തിനകത്തൊന്നും കിഴക്ക് ഡയറക്റ്റ് ചാർജ് കിട്ടാത്ത വ്യവസ്ഥയിലാണ് നമ്മൾ രോഗത്തിന് അടിമയായിട്ട് ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സാഹചര്യത്തിലാണ് ആ ഭൂമിയിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടുന്ന എനർജി, നമ്മുടെ ശരീരത്തെ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട എനർജി ബെഡിൽ കൊണ്ട് തന്നപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആവശ്യത്തിനുള്ള മാഗ്നറ്റിസം കിട്ടും. ചിലർ ചോദിക്കും, സാറേ 2 മണിക്കൂർ കിടന്നാൽ പോരോ, ഈ മാഗ്നറ്റിക് ചാർജ് ശരീരത്തിൽ കൂടുതലില്ലയോ, മാഗ്നറ്റിക് ബെഡിലല്ലേ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അവർ ചോദിക്കുന്നത് വളരെ കറക്റ്റാ. എന്നാൽ ഈ നമ്മുടെ ബോഡിക്ക് ഒരു കഴിവുണ്ടെന്നോ. നിങ്ങളിപ്പോ വലിയൊരു സ്വിച്ചില് ഒരു ലൈറ്റ് കത്തിയാലും വോൾട്ടേജ് ഇരുന്നാലും അത് മാനേജ് ചെയ്തോളും. അപ്പൊ നമ്മൾ ഈ മാഗ്നറ്റ് ഇട്ട് നമ്മുടെ ബോഡിയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. ഈ ബോഡിക്ക് എല്ലാം അറിയാം, ബോഡി ആവശ്യമുള്ളതിനെ എടുക്കുകയുള്ളൂ. ഇല്ലേ? നിങ്ങൾ മട്ടൻ ബിരിയാണി ശരിക്കും അങ്ങ് കഴിച്ചെന്നിരിക്കട്ടെ, 4 ദിവസത്തേന് അത് ഇത് ചെയ്യും, നിങ്ങൾക്ക് കുഴപ്പമേ ഉണ്ടാകത്തുള്ളൂ. ബോഡിക്ക് ആവശ്യമുള്ളതേ എടുക്കുള്ളൂ. അതുപോലെ മാഗ്നറ്റിസവും ചാർജ് ചെയ്ത് കത്താൻ, എല്ലാ സെൽസും കത്താനുള്ള ആവശ്യമുള്ള എടുക്കാനുള്ള പവറേ ഉള്ളൂ. പവർ അതെങ്ങനെ തയ്യാർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഭൂമിയിൽ കാട്ടിൽ ഇരിക്കുന്ന മനുഷ്യര്, കാട്ടിൽ മൃഗങ്ങള്, അവർ ഫുൾ മാഗ്നറ്റിക് ബെഡിലാണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എർത്താ. അതിലല്ലേ കാട്ടിലെ എല്ലാ ജീവജന്തുക്കളും ഈ മാഗ്നറ്റിക് ബെഡ്. അവർക്ക് എന്താ കുഴപ്പം വരാത്തെ? ഫുൾ ടൈം അല്ലേ അതേ കിടക്കുന്നത്? ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് അല്ലേ, പവർ കൂടിയ മാഗ്നറ്റ് അല്ലേ അവന്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് നാനോ ടെക്നോളജി മുഖാന്തരം രൂപകൽപ്പന ചെയ്തെടുത്ത് ബട്ടൺസ് രൂപത്തിലാക്കി നമ്മുടെ ബെഡിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ പവർ എന്താവും? നമ്മുടെ ബോഡിക്ക് അതിനറിയാം. അപ്പൊ ആവശ്യമുള്ള ചാർജ് എടുക്കും. എന്നാൽ നമ്മൾ ചാർജ് പോകാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് 24 മണിക്കൂറും ബാൻഡ് കെട്ടണം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ, ഞാൻ തന്നെ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ആദ്യം ഒന്നും ബാൻഡൊന്നും കിട്ടത്തില്ല. ഈ കൊണ്ടുവന്ന ആ വ്യക്തി ബാൻഡ് കിട്ടുന്നതിന്റെ ഇമ്പോർട്ടൻസും വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസും ഒന്നും പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്നെ അലട്ടിക്കൊണ്ടോ വരുന്ന പ്രശ്നത്തിൽ നിന്ന് വലിയ കുഴപ്പമില്ല, എന്നാലും കുഴപ്പം അങ്ങനെ എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ. എന്നാൽ മനോജ് സാർ ഒരു ദിവസം ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് എങ്ങനെയാ യൂസ് ചെയ്യുന്നേ, ബാൻഡ് എന്ത് ചെയ്യും, വെള്ളം എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം റൂമിലാണ്. അത് കൊണ്ടുവന്ന് പുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് എന്നെ ഡെമോ ഒക്കെ കാണിച്ച് ഇതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ബാൻഡും വെള്ളവും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു എൻ്റെ ബോഡിയിലെ ചേഞ്ചസ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യേണ്ടത്, നമ്മൾ ഈ ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കും. സാറേ ഞാൻ ബെഡിൽ കിടക്കുന്നുണ്ട്, ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്, ബാൻഡ് കിട്ടുന്നുണ്ട്, പില്ലോപ്പാട് കിട്ടുന്നുണ്ട്, ഇതെല്ലാം കൂടെ ആകുമ്പോൾ മാഗ്നറ്റ് അങ്ങ് പോയിട്ട് എൻ്റെ എല്ലൊക്കെ പൊട്ടത്തില്ലയോ സാറേ എന്ന് ചോദിക്കും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ആൻസർ ഇങ്ങനെ പറയണം. അത് ബോഡിക്ക് അറിയാം എത്ര ചാർജ് എടുക്കണം എന്നുള്ളത്. എടുത്തോളൂ, നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ തന്നെ അപ്പുറത്തോട്ടൊന്ന് പോണം, കാട്ടിലോട്ട് പോകണം. അത് വലിയ മാറ്റം, ഇതിനെക്കാട്ടി വലിയ മാറ്റം അല്ലേ ഭൂമി. അതേ കിടന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല. ലൈക്ക് വൈസ് അതിന്റെ രീതിയിലാണ് നമ്മുടെ ബോഡി തയ്യാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നം, ആ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവും, അപ്പൊ ഇടയ്ക്ക് ഈ തിയറി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ, ഏത് സെമിനാറിനും നമുക്കൊരു വിരസത തോന്നും. അപ്പൊ അനുഭവങ്ങളുടെ നുറുങ്ങുകളും കൂടെ പറയുമ്പോഴാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ക്യൂരിയോസിറ്റി കാണാം. അപ്പൊ ഇതിൻ്റെ അകത്തെ കുറച്ച് വ്യക്തികൾ, രാജു ഡോക്ടർക്ക് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ പ്രാക്ടീസിങ് ഫീൽഡിലെ ചികിത്സാ രംഗത്ത് നിലനിൽക്കുന്ന വ്യക്തികളിൽ ഒരു പ്രധാന വ്യക്തിയാണ് ഞാനിപ്പോഴും. എന്താ കാര്യം എന്നറിയാം? ദൈവത്തിന് എന്നെ കൊണ്ട് ഇഷ്ടമുണ്ട്, എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരുപാട് മൃഗങ്ങളെ രക്ഷിച്ചു. ഇപ്പൊ മൃഗങ്ങളെ രക്ഷിക്കുന്നവരും മനുഷ്യരെ പിടിക്കുന്നവരെയും കൂടെ ആക്കി. അപ്പൊ ദൈവത്തിന് ഒരു നിശ്ചയം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നേ ഇരിക്കാൻ എനിക്കിടയായത്. കാരണം ഈ മാഗ്നറ്റിസം ഒരുപാട് ആളുകൾ പറഞ്ഞു നടന്നു. അപ്പൊ നിന്റെ ജീവിതത്തിലും കൂടെ ഞാൻ തരാം എന്ന് ദൈവം വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മാഗ്നറ്റിസം കൂടാതെ ജീവിച്ചപ്പോൾ ഞാൻ ഒരു രോഗത്തിന് അടിമയായി. അപ്പോൾ സിഗരറ്റ് വലി, മദ്യപാനം, അങ്ങനെ ജീവിതചര്യയിലുള്ള വ്യത്യാസം കൊണ്ട് എൻ്റെ ജീവിതം ഒരുപാടൊന്നും ബാഡായി, എന്ന് വെച്ചാൽ സെൽസൊക്കെ. അപ്പോഴാണ് ഞാൻ അമേരിക്കയിൽ 2022 പോകുന്നത്. 6 മാസത്തെ വിസയ്ക്ക് പോയതാണ്. അപ്പൊ 6 മാസത്തെ വിസയ്ക്ക് പോയിട്ട്
2.5 മാസം ആയപ്പോഴേ ഐ ആം ഫോഴ്സ് ടു കം ബൈ. എനിക്ക് അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ ബോഡി കംപ്ലീറ്റ് വീക്കായി. എനിക്ക് ബാലൻസ് പോയി. മലം പോകുന്നില്ല, മൂത്രം പോകുന്നില്ല, ഓർമ്മശക്തി ഇല്ല, ഒന്നുമില്ല. ഞാനൊരു ഒരു ബോഡിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ആഹാരം കഴിക്കാൻ പറ്റില്ല, ഡൈജഷൻ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. എൻ്റെ HbA1c 12.5 ആയിരുന്നു, ഡയബറ്റിക്. 12.5 HbA1c ഉള്ള ഒരു പേഷ്യൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് മെഡിക്കൽ സ്റ്റുഡൻസിനോട് ചോദിക്കും. അതിൻ്റെ വേർഡ് പ്രൊഗ്നോസിസ് എന്നാണ്. അത് ഡാഷ് ഇട്ട് ചോദിച്ചാൽ മെഡിക്കൽ സ്റ്റുഡൻസിന് എഴുതുന്ന വാക്കെന്ന് പറഞ്ഞാൽ ഗ്രേവ് എന്നാ, ശവക്കുഴി എന്നാ. അപ്പൊ മനസ്സിലായില്ലേ? എന്നെ വേണുസാറിന്റെ പക്ഷേ പറയുന്ന അവിടുത്തെ അച്ഛൻ ഉൾപ്പെടെ പ്രാർത്ഥിച്ച് എന്നെ വിട്ട് അന്ത്യകുദാശ ചെയ്താ വിട്ടെ. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് നിൽക്കാൻ വയ്യ. കാരണം അച്ഛന് അവരുടെ പ്രാർത്ഥനയിൽ തന്നെ വേർഡ് ഉണ്ടായിരുന്നു, ഇനി രാജാനെ ഇങ്ങനെ കാണുമോ എന്നുള്ള സംശയമാണെന്ന്. ആ രീതിയിലുള്ള വേർഡ്സോട് കൂടിയാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് ഞാൻ വീൽ ചെയറിലാണ് വരുന്നത്. എയർപോർട്ടിൽ വന്നു, എന്നെ പിടിച്ച് ഡ്രൈവർ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമായിരുന്നു. ചെക്ക് ചെയ്തപ്പം അതങ്ങ് സോൾവ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഒരു 60-70% വീക്കായി പോയി. ഒരാൾ ഇതില്ലാതെ എനിക്ക് സിറ്റ് ഔട്ടിലോട്ടോ അല്ലെ സ്റ്റെപ്പ് ഒന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാല് ബ്ലാഞ്ചിൽ പോകും, ബാലൻസ് ഇല്ലാതായി. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാം ഭയങ്കര വേദനയാണ്, എല്ലാം മസിൽ വേദനയാണ്, ഓർമ്മശക്തിയില്ല, എല്ലാം ഒരു വല്ലാത്തൊരു ജീവിതം. ഇത് എന്ന് ഒന്ന് അവസാനിപ്പിക്കും എന്ന് റൂമിൽ തന്നെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ ഒരു പയ്യൻ, ദൈവം അയച്ച ഒരു ദൂതൻ, ഒരു പയ്യൻ വന്ന് ഗേറ്റിന് കൊട്ടുന്നു. ഒരു കല്ലിട്ടാ കൊട്ടുന്നു, മെറ്റൽ കഷ്ണം ഇട്ടാ കൊട്ടുന്നു. ഈ കല്ലിട്ട് കൊട്ടുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ ഗേറ്റ് കാണാം. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാ? സാധാരണ ഈ ഓരോ പ്രൊഡക്റ്റും കൊണ്ടൊക്കെ പോകും പെൺപിള്ളേരെ, നമ്മൾ ഉച്ചയാകുമ്പോൾ ഇറങ്ങി വരും, ഗേറ്റ് പൂട്ടിയില്ലെങ്കിൽ കയറി വരും. അപ്പൊ ഈ കല്ലിട്ട് കൊട്ടിയപ്പോൾ എനിക്ക് ഇച്ചിരി മനസ്സിലൊരു ദേഷ്യം തോന്നി. അല്ലെങ്കിൽ ആ ക്ലിപ്പിട്ട് അടിക്കത്തേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. സാറേ 1 മിനിറ്റ് തരാമെന്ന് ഈ വിരൽ ചൂണ്ടി എന്നോട് ചോദിച്ചു. ആ വിരൽ ചൂണ്ടി സാറേ 1 മിനിറ്റ് തരാമെന്ന് ചോദിച്ചു. ഒരു സ്പാർക്ക് എന്നിൽ വന്നു. അപ്പം ചോദിച്ചു എന്തുവാന്ന് വെച്ചു. ഒരു മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റി വരാൻ പറഞ്ഞു. അന്ന് സിറ്റ് ഔട്ട് ചെയ്തിരുന്നു. 3 കാര്യമേ പറഞ്ഞുള്ളൂ, അവൻ അത്രേ അറിയത്തുള്ളൂ. സാറേ അവൻ എങ്ങനെ ഒരു സെയിൽ നടത്തണം അതേ ഉള്ളൂ. സാറേ ഇപ്പൊ ആരോഗ്യത്തോട് ജീവിക്കാനായിട്ട് മരുന്നും ഡോക്ടറും ആശുപത്രി കൂടാതെ ആരോഗ്യത്തോട് ജീവിക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊരു ബയോമാഗ്നറ്റിക് തെറാപ്പിയാണ്. അതിനെപ്പറ്റി പറയാനാണ്. ആരോഗ്യമുള്ളവരെ ആരോഗ്യത്തോട് നിലനിർത്തും, അനാരോഗ്യമുള്ളവരെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലോട്ട് ഗ്രാജുവലി വഴി തിരിച്ചു വരുത്തും. അവൻ പറഞ്ഞ വളരെ എസൻസ് ആയിട്ട് നമ്മൾ ഒരുപാട് കണ്ട് സംസാരിക്കുന്നതിന്റെ രത്ന ചുരുക്കമാണ് പുള്ളികൾ. പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാനാണ്. അത് ചെയ്യുന്നത് ബയോമാഗ്നറ്റിക് തെറാപ്പിയാണ്. അത് ആരോഗ്യ ഹെൽത്തി മെൻസ് കീപ്സ് ആസ് ഹെൽത്തി, അൺഹെൽത്തി പീപ്പിൾസ് മെയിൻസ് ഹെൽത്തി ഗ്രാജുവലി. ഈവൻ വളരെ പ്രിസൈസ് ആയിട്ടുള്ള 3 പോയിന്റേ പറഞ്ഞുള്ളൂ. നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ ചളവൊന്നും ചപ്പിയില്ല. അപ്പം ഞാൻ പിന്നെ മോനെന്ന് തന്നെ വിളിച്ചു. കൊച്ചു പയ്യനല്ലേ, എന്നെ മോളെയും കാട്ടി പ്രായം കുറവ്. മോനെ ഈ സാധനം, അപ്പോഴും ബെഡാന്ന് പറയുന്നില്ല, മനസ്സിലാവും, ഒരു സാധനം എന്നാ പറഞ്ഞത്. അപ്പം ബയോമാഗ്നറ്റിക് ഒരു ബെഡാന്ന് പറഞ്ഞിട്ടുണ്ട്, ശരി. അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഇത് എന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, വില പോലും ചോദിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു നാളെ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നാളെ തന്നെ കൊണ്ടുവന്നു. നാളെ തന്നെ കൊണ്ടുവന്നപ്പോ അവൻ ഒരു കമന്റ് പറഞ്ഞു, അതാണ് എന്നെ മറക്കാൻ പറ്റാത്ത കമന്റ്. സാറേ ഞാനൊരു 1000-600 പ്രോഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, വിൽപ്പന ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ സാർ ഇടപെട്ട പോലെ ആരും ഇടപെട്ടിട്ടില്ല. അതിന് വില എന്തുവാ മറ്റേതാ അങ്ങനെ ഒരുപാട് കാര്യം. ഈ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞപ്പം തന്നെ നാളെ കൊണ്ടുവരാൻ പറഞ്ഞത് സാറ് മാത്രമേ ഉള്ളൂ, വില പോലും സാറ് ചോദിച്ചില്ല. ഞാൻ അവന് ആ പ്രോഡക്റ്റ് കൊണ്ടുവന്നു. ഞാനൊരു 500 രൂപ അധികം അവനും കൊടുത്തു. കാരണം ഈ പ്രോഡക്റ്റിന്റെ വാല്യൂ എനിക്കറിയാം, ഞാൻ അതല്ലേ ക്ലാസ്, എന്റെ സബ്ജക്റ്റ് അതല്ലേ. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ ഒരു മനുഷ്യനെ, മൃഗത്തിനെ ഭൂമി രക്ഷപ്പെടുത്തുന്ന പോലെ ഒരു ബെഡ് നമ്മുടെ ബെഡിന്റെ മേളിൽ കൊണ്ടിടുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു വലിയ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ പിന്നെ അതിൽ കൂടുതൽ എന്തോ ഒരു ഹാപ്പിനെസ്. കാരണം സയൻസ് എനിക്കറിയാം, പ്രവർത്തനം അറിയാം. അത് ഞാൻ സ്വീകരിച്ചു, ബെഡ് കയറി ഇട്ടു. ഓരോ ദിവസവും കഴിയും തോറും ഇമ്പ്രൂവ്മെന്റ്. 7ാമത്തെ ദിവസം ഞാൻ നടക്കാതെ ക്ലിനിക്കിൽ പോയി, നടക്കാതല്ല പിടിക്കാതെ ക്ലിനിക്കിൽ പോയി പേഷ്യന്റിനെ നോക്കി. 1 മാസമായിട്ട് ഞാൻ ബൈക്ക് ഓടിച്ചു. ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്റെ ഡയബറ്റിക് കുറഞ്ഞു, ഡൈജഷൻ ആയി, ഓർമ്മ കിട്ടി. മറ്റു ഓർമ്മയൊന്നും ഇല്ല. എന്നെ കോളേജിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ബ്രെയിനിൽ നിന്ന് പോയി. ഇതെല്ലാം തിരിച്ചു വന്നു. കോളേജിൽ ഇപ്പൊ ഓടാൻ പോകുന്നവരും തിരിച്ചു വന്നു, കുതിരപ്പുറത്ത് പോകുന്ന തിരിച്ചു വന്നു. അപ്പം നമ്മളെ ആകെ ടോട്ടലി ഒരു ഹ്യൂമൻ ബോഡി, നോർമലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഞാൻ എല്ലാ സെമിനാറിലും പറയുന്നത് ഈ ബയോമാഗ്നറ്റിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഈ വിദ്യ ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒറ്റ വാക്യം നിങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാടുണ്ട്. ഇറ്റ് വിൽ ഗീവ് എ നോർമലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഒരു ദൈവത്തിന്റെ സൃഷ്ടിയായ ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെ ജീവിക്കണം, 50ാമത്തെ വയസ്സിൽ എങ്ങനെ ജീവിക്കണം, 20ാമത്തെ വയസ്സിൽ എങ്ങനെ ജീവിക്കണം, 90ാമത്തെ വയസ്സിൽ എങ്ങനെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ് ആണ്. അതിനനുസരിച്ച് ടിഷ്യൂ ഡാമേജ് ആകും. അപ്പൊ ആ ദൈവം തീരുമാനിച്ച ഒരു ആരോഗ്യത്തില് അതാണ് ആ 50ാമത്തെ വയസ്സിൽ നോർമലൈസേഷൻ ഓഫ് ബോഡി. അത് കൊച്ചു പിള്ളേരുടെ കൂട്ടാകണം എന്നില്ല.
80 വയസ്സുള്ളവന് 50 വയസ്സ് പോലെ ആകണമെന്നില്ല. അപ്പം ആ ഏജ് അനുസരിച്ച് കാറ്റഗറി അനുസരിച്ച് വരുമ്പോൾ ആ ഒറ്റ വാക്കാണ് ഈ ബയോമാഗ്നറ്റിക് മാട്രസ് ഐറ്റംസ് ഒരു ബോഡിയെ നോർമലായിട്ട് നിലനിൽക്കാൻ സഹായിക്കുന്നു. അപ്പൊ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് പ്രോപ്പർ ഇൻ പ്രൊവൈഡഡ് യു മസ്റ്റ് യൂസ് ഇറ്റ് പ്രോപ്പർലി ഓൾ ദ ഐറ്റംസ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ശക്തി പ്രാപിച്ചു. 3 മാസം കഴിഞ്ഞ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ 2 മക്കളും അമേരിക്കയിൽ നിന്ന് വന്ന അവരിവിടെ വന്ന് കണ്ടപ്പോഴേ ഞാനിങ്ങനെ പറന്ന് നടക്കുക. എന്നെ കുദാശ ചെയ്ത് വിട്ടായ മക്കളെ ഇത് കണ്ടപ്പോൾ അവർക്കും ഞാൻ വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ 4 കൊച്ചുമക്കൾക്കും വാങ്ങിച്ചു കൊടുത്തു. അപ്പം അവർക്കെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം മാറി. അപ്പൊ ചുരുക്കം പറഞ്ഞാല് നിങ്ങളെ കേൾക്കുന്ന KBCയിലെ ഗ്രൂപ്പില് ഈ ബയോട്ടറി 100% ഫുള്ളായിട്ട് എൻ്റെ ഫാമിലിയാണ് എനിക്ക് തോന്നുന്നു. കൊച്ചുമക്കളോട്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് തൊട്ട് 6ാം ക്ലാസ്സിലും 14 വയസ്സുള്ള കൊച്ചുമക്കൾ, അങ്ങനെ 4 കൊച്ചുമക്കളും ഞാനും എൻ്റെ ഭാര്യയും. ഇപ്പൊ എൻ്റെ അമേരിക്ക വന്ന എൻ്റെ ബ്രദറും ഫാമിലി വാങ്ങിച്ചുള്ളൂ. ഒരുപാട് പേര് വാങ്ങിച്ചുള്ളൂ. മരുമക്കളും ഉണ്ട്. അതാണ് എൻ്റെ ഭാര്യ, മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, ഭാര്യ. ഇതെല്ലാം ഫുൾ ഈ ബയോട്ടറി ഫാമിലി. എൻ്റെ ബന്ധുക്കാരും വാങ്ങിച്ചു. എൻ്റെ മക്കളെ കെട്ടിച്ച ആ ബന്ധുക്കാരും. അപ്പം എനിക്ക് ഫാം ഹൗസിൽ ഞാൻ കൊണ്ടിട്ടുണ്ട്. അവിടെ എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൽ. അവിടെ ഞാൻ ഒരു ബെഡ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബോഡിയിൽ മാഗ്നറ്റിസം ടച്ച് അല്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. ഫുൾ ടൈം ഞാൻ ഈ ബാൻഡ് കെട്ടും. ബെഡിൽ കിടക്കുവാണെങ്കിലും കെട്ടും. വെള്ളം കുടിക്കും. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടിയ ഒട്ടനവധി പ്രശ്നങ്ങളിൽ എല്ലാം ഒരു വിമുക്തി കിട്ടി. 100% കിട്ടിയില്ല. എനിക്ക് 35 വയസ്സ് പ്രായമുള്ളവനെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. അതും നമ്മൾ തിങ്ക് ചെയ്യണം. നമ്മൾ എപ്പോഴും അങ്ങനെ പോകണം. നമ്മൾ ഈ ബയോട്ടറി യൂസ് ചെയ്യുമ്പോൾ ഒരു 60 വയസ്സായ ഒരു വ്യക്തി ഈ ബയോട്ടറി, എനിക്കത് എക്സ്പീരിയൻസ്, എനിക്ക് ഒരു സാക്ഷ്യം ചിലരിൽ നിന്ന് കിട്ടിയ, സാറേ ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല സാറേ, എന്നാ പിന്നെ വലിയ ഗുണവുമില്ല, ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ 60 വയസ്സുള്ള ഒരു വ്യക്തി 35 വയസ്സുള്ള ആരോഗ്യവാനോട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കത്തില്ല. നിങ്ങൾ 60 വയസ്സിൽ ദൈവം നിശ്ചയിക്കുന്ന, അല്ലെ നിങ്ങളുടെ സെൽസ്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സിസ്റ്റം, ഓർഗൻ നിശ്ചയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോകത്തുള്ളൂ. ചിലരുടെ വിചാരം എന്ന് പറയാം, 70 വയസ്സുള്ള ഒരു വ്യക്തി നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവനെ ഈ ബയോമാഗ്നറ്റിക് മാട്രസ് പാടിക്കട്ടെ 35 വയസ്സുള്ള അവന്റെ കൂടെ പ്രവർത്തിക്കും എന്നുള്ള രീതിയിലാണ് ഇവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നടക്കത്തില്ല കേട്ടോ. അതിന് നമ്മുടെ സെൽസിനൊന്നും അതിന് പവർ ഇല്ല. അത് ഈ മാഗ്നറ്റിക്സിനും അതിനുള്ള ദിവ്യശക്തി ഒന്നുമില്ല. അപ്പൊ ഓർക്കണം, നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്. പ്രായം ചെല്ലും തോറും നമ്മളെ അലട്ടുന്ന വായു, വെള്ളം കുടിക്കുന്നതിൽ നിന്നും നമ്മളെ വിഷം ശ്വസിച്ചുകൊണ്ടും വിഷം തിന്നുകൊണ്ടും വിഷം കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തുനിന്ന് ഡെയിലി നമ്മുടെ സെൽസ് കേടാവുകയും ചെയ്യും. ആ കേടിന്റെ രൂക്ഷത കുറയ്ക്കും. പ്ലസ് കേടായ സെൽസിനെ ഗ്രാജുവൽ ആയിട്ട് നോർമലിലോട്ട് വരും. എന്നാൽ നമ്മുടെ ശരീരത്തില് ഒരു പ്രാവശ്യം ഡിസ്ട്രോയ് ചെയ്തായ സെൽസ് വീണ്ടും റീജനറേറ്റ് ചെയ്തില്ല. അത് നിങ്ങൾക്കറിയാം. ചില ബ്രെയിൻ സെൽസ്, തലമണ്ടയിലുള്ള സെൻസറി ബ്രെയിൻ സെൽസ് ചിലത് ഒരിക്കൽ നശിച്ചു പോയാൽ വീണ്ടും അത് റീജനറേറ്റ് ചെയ്യത്തില്ല, പൂർവ്വസ്ഥിതിയോട് വരത്തില്ല. ഒന്ന്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പാങ്ക്രിയാസ്, നമ്മളെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്ത് പാങ്ക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ അതുകൊണ്ടാണ് ഈ ഡയബറ്റിക്കാർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തത്. കാരണം ഒരു കോടി 10 കോടി സെൽസ് ഉണ്ടെന്നിരിക്കട്ടെ, ബീറ്റ സെൽസ് ആണ് പാങ്ക്രിയാസിന്റെ അകത്തുള്ളത്. അത് നമ്മുടെ ജീവിതചര്യ കൊണ്ടും, അല്ലെങ്കിൽ ഷുഗർ അമിതമായിട്ട് ചെയ്യുന്നതുകൊണ്ടും, എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടും, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടർ കൊണ്ടും നമ്മുടെ ഒരു 10 കോടിയില് 3 കോടി സെൽസ് വീക്കായി പോയി, ചത്തുപോയി. അവരെ നിങ്ങൾ എത്ര ചെയ്താലും ആ ചത്തുപോയ സെൽസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള സെൽസിനെ ഇനിയും ചാകാതെ ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് നമ്മുടെ ഈ മാഗ്നറ്റിക് പാഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും? ഷുഗർ ഉണ്ടാവും. പക്ഷെ നമ്മളെ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട കാഠിന്യങ്ങൾ, സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയും. നമുക്ക് ജീവിക്കാം. അത് മനസ്സിലാക്കണം. അല്ലാതെ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു, നിങ്ങൾക്ക് ഷുഗർ എത്ര ഉണ്ട്, HbA1c 10 ഉണ്ടോ, ഷുഗർ ഫാസ്റ്റിംഗ് എത്ര ഉണ്ട്, ഫാസ്റ്റിംഗ് 190, ഫുഡ് കഴിച്ചിട്ട് എത്ര ഉണ്ട്, 250, ഇത് അങ്ങോട്ട് കൂടി നാളെ ഇതെല്ലാം മാറ്റിത്തരാം. ഞാൻ പറയത്തില്ല. നിങ്ങൾ പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ പറയത്തില്ല. കാരണം അതിന്റെ ബേസിക് സയൻസ് ഇതാ. പിന്നെ അറിയത്തില്ല, ഓരോ വ്യക്തികളിലും അതൊരു ഫാക്ടറാണ്. ഇപ്പൊ സലീം സാറിന്റെ അകത്ത് രീതിയിലുള്ള ഹോർമോണോ അല്ലെ സിസ്റ്റത്തിന്റെ കൂട്ടാര് അല്ലെ ഹെറിഡിറ്ററി ഫാക്ടർ കൊണ്ടായിരിക്കത്തില്ല വേറൊരാടെ. അപ്പൊ അത് ചേഞ്ച് വരും. അതൊരു ഫാക്ടർ. ചിലരെ കൊടുത്തു കഴിഞ്ഞാൽ ചിലർ തന്നെ സാക്ഷ്യം പറഞ്ഞോണ്ട്, ഇല്ല സാറേ മാറിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വ്യക്തി നടക്കാൻ പറ്റാത്ത കാല് കറുത്ത ഒരു വ്യക്തിയാണ്. ഞാൻ പശുവിനെ ചികിത്സ ചെയ്യാനായിട്ട് പോയപ്പോൾ ഈ പെട്ടിക്ക് നടക്കാൻ വയ്യ. പുള്ളിയുടെ കാല് മുറിക്കണമെന്ന് ഡോക്ടർമാർ പറയും. അതിന് വിഷമത്തിരിക്കുക. പശുവിനെ ചികിത്സ ചെയ്യാൻ ഞാൻ പോയെന്നെ ഇങ്ങനെ എന്ത് പറ്റിയെണ്ണ? സാറേ ഇത് ഡോക്ടർ പറഞ്ഞു കാല് മുറിക്കണം, 2 കാലും മുറിക്കണം. ഞാൻ എങ്ങനെ നടക്കും? എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ചേക്ക്, നിങ്ങളുടെ കയ്യിൽ ഒന്ന് പൊക്കിക്ക്.
നമ്മുടെ പാദം മുതൽ മുട്ടിന്റെ അവിടെ വരെ കറുത്തിരിക്കുക. ഈ തുടയുടെ കനമുണ്ട് കാലിന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഒരുപാട് നാളുകൊണ്ട് ഡയബറ്റിക് ഉണ്ട് സാറേ, എന്തോ ചെയ്യാനാ, ഒന്നും കഴിക്കാനും വയ്യ, മനപ്രയാസവും കാശും ഇല്ല, വസ്തുവും വിറ്റിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, എല്ലാ ആഴ്ചയിലും ഡോക്ടറെ കാണാൻ പോകും, അവർ ഒരുപിടി ഗുളിക തരും. അയാളുടെ കഥ പറയുക. അന്ന് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട്, മാഗ്നറ്റിക് ബെഡ്. അയാളെ ആദ്യമേ ഞാൻ പറഞ്ഞ ചെവി കൊണ്ടതേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമേരിക്കൻ ഇങ്ങനെയൊക്കെ വന്നതാണ്, അത് എനിക്കും ഡയബറ്റിക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ വ്യത്യാസം വന്നു. അതും ചെയ്യിക്കൊണ്ടില്ല. അങ്ങനെ ഒരു 3 മാസത്തോളം ഇവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും ചികിത്സയ്ക്ക്. അന്നേരം എല്ലാം ഞാൻ ഇതാ പറയുന്നു, ഇങ്ങനെ ചെവി കൊണ്ടിട്ടേ ഇല്ല. അപ്പൊ ഒരു ദിവസം ഈ 3-4 പ്രാവശ്യം കഴിഞ്ഞിട്ട് അയാൾ ഒരു ദിവസം കിടന്നപ്പോ അയാൾ തോന്നി, നിന്റെ അസുഖം എല്ലാം മാറി, നീ രാജു ഡോക്ടറെ വീട്ടിൽ പോകാൻ. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് അവിടുന്ന് വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ചികിത്സയ്ക്ക് പോയിരിക്കുക, വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഡെമോ വരെ അവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഉള്ളിൽ ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ വൈഫ് ഈ പ്രോഡക്റ്റ് എടുത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ പോലും പറഞ്ഞു. എല്ലാം പോയിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇത്? വലിയ ഗുണമില്ല സാറേ, എന്നാ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചാ വെള്ളം എന്ത് ചെയ്യും? സാറേ, അത് ചൂടുവെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ചുമയ്ക്കും, അതുകൊണ്ട് ആ ചൂടുവെള്ളമേ കുടിക്കത്തുള്ളൂ, അതുകൊണ്ട് അത് ആ വെള്ളം കുടിക്കുന്നത്. ബാൻഡ് എന്ത് ചെയ്യും? ഞാൻ പശുവിനൊക്കെ കെട്ടാൻ പോകുമ്പോൾ അതെല്ലാം അഴുക്കാവും സാറേ, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. വരാൻ പറഞ്ഞു. 2 പേരെ വിളിച്ചു. മറ്റേ ഭാര്യ ക്ലാസ്സും ഇതിന്റെ ഒന്നും കേട്ടിട്ടില്ല. 2 പേരെയും വിളിച്ച് ഇത് കറക്റ്റ് പറഞ്ഞ് 2-3 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, ഇന്ന് മുതൽ സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുള്ളി സ്കൂട്ടർ ഓടിച്ച് മരുന്ന് വാങ്ങിക്കാനോട് വന്നു വാങ്ങിച്ചിട്ട് സിറ്റ് ഔട്ടിൽ നേരെ കയറി ഇരുന്നിട്ട് പറയാം, സാറേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ വിചാരിച്ചു നീ എന്തുവാണ് നമ്മളെ ചീത്ത വിളിക്കാനാന്ന്. ഞാൻ ചോദിച്ചു, ആദ്യം ഇയാളുടെ കയ്യിൽ ഒന്ന് നോക്കാൻ പറഞ്ഞു. കയ്യിൽ നോക്കിയവരുടെ ആ കറുപ്പ് പാടെല്ലാം മതി, 8 മാസമായാലും യൂസ് ചെയ്യാൻ തുടങ്ങി. കറുപ്പെല്ലാം മാറും സാറേ, ഇപ്പൊ എനിക്ക് എല്ലാം കഴിക്കാം, മലം പോകുന്നുണ്ട്, മൂത്രം പോകുന്നുണ്ട്. അയാളുടെ സാക്ഷ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞ് കണ്ടു കേട്ടപ്പോഴേ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് അത്രയ്ക്ക് ശ്രദ്ധ. അപ്പൊ ഓട്ടോക്കാരനുണ്ടായിരുന്നു, എടാ ഷിജു ഇതിന്റെ വീഡിയോ ഒന്ന് എടുക്കാൻ പറഞ്ഞു. അവൻ വീഡിയോക്കകത്ത് പകർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫുൾ ഐറ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത് മാർക്കറ്റ് ഡിഫറൻസ് ഹ്യൂമൻ ബോഡിയിൽ വന്നത്. പിന്നെ ഓരോരുത്തരുടെ ചിലർ ഈ ബെഡ് മാത്രം യൂസ് ചെയ്തിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ക്രോണിക് ആയിട്ടുള്ള ഏതൊരു ഡിസീസ് കണ്ടീഷനിലും വെള്ളവും ബാലും 24 മണിക്കൂർ യൂസ് ചെയ്യണം. അത് മനസ്സിലായത്. ഇനി നമ്മള് സത്യം പറഞ്ഞാല് ഇത് ഉപയോഗിക്കുമ്പോൾ ഈ സയൻസ് എല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ട റിപ്പീറ്റേഷൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ ബയോമാഗ്നറ്റിക് മാട്രസ് പാഡും അതിന്റെ അലൈഡ് ആയിട്ടുള്ള സംഗതിയും നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ആ പ്രവർത്തനം അൺസീൻ മിറക്കിളാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അദൃശ്യമാർന്ന ശക്തിയാണ് ഈ മാഗ്നറ്റിക് പവർ, അല്ലേ? ഇപ്പൊ എയറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതിന്റെ കളർ എന്താ? അതിന്റെ ആക്ഷനെ കാണാം. കാറ്റടിച്ചാൽ ഒരു വണ്ടി മറിഞ്ഞു പോകും, അല്ലെ ഒരു മരം വീഴും. നമ്മുടെ മാഗ്നറ്റിസത്തിന് എങ്ങനെയാ സലീം സാറെ കാണുന്നേ? അതിന്റെ കളർ എന്തുവാ? മാഗ്നറ്റിക് എനർജിക്ക് നോ കളർ, നോ ഓർഡർ, നോ സ്മെൽ, 3 ഇല്ല, അല്ലേ? പക്ഷെങ്കിൽ അതിന് പവർ ഉണ്ട്. അതിന്റെ പവർ എങ്ങനെയാ കാണുന്നത്? പവർ കാണാൻ പറ്റും. പവർ എക്സ്പീരിയൻസിലാണ് കാണുന്നത്. ഇപ്പൊ കൈ താത്തിട്ട് കൈ പൊക്കുമ്പോൾ അതിന്റെ പവറാണ്, അതിന്റെ ശക്തിയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതാണ് പറയുന്നത് അൺസീൻ പവർ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയും മാഗ്നറ്റിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി കൊണ്ടല്ലയോ മാഗ്നറ്റ് ഉണ്ടാക്കി. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രോഡക്റ്റിന് എന്താ പറയുന്നത്, ദൈവത്തിന്റെ കയ്യൊപ്പ് വീണ പ്രൊഡക്റ്റ് ആണ് ഈ ബയോട്ടോർ. അപ്പൊ ദൈവത്തിന്റെ അൺസീൻ പവർ ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ മാഗ്നറ്റിക്. അതുകൊണ്ടാണ് ഈ ലോകം ഓടുന്നത്. അപ്പൊ നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞാൽ നോ ലൈഫ് വിത്തൗട്ട് മാഗ്നറ്റിസം. മാഗ്നറ്റിസം കൂടാതെ ഒരു ജീവജാലങ്ങൾക്കും, ഒരു വായു ശ്വസിക്കുന്ന ഒറ്റ ജീവജാലങ്ങൾക്കും ഒരു നിമിഷം ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ ദൈവം പറയാം, ദൈവം മേളിൽ സൃഷ്ടി കൊടുത്തു. നമ്മൾ താഴോട്ട് നോക്കിയാണ് എല്ലാവരും എന്റെ മഹത്വീകരിച്ച സൃഷ്ടിയിൽ വേണ്ടാതീനെ എല്ലാം കാട്ടിക്കൂട്ടുക. ഒരുത്തന് പോലും നന്മ ചെയ്യുന്നവരും നല്ലവരും ഇല്ല. എന്നാൽ ഈ പവർ ഞാനങ്ങ് പിൻവലിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. പവർ പിൻവലിക്കുക എന്ന് വെച്ചാൽ നമ്മൾ 1 സെക്കൻഡ് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ വായു ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം അൽപാനിക്കുന്നടിച്ച് കുറച്ച് സെക്കൻഡ് ജീവിക്കാൻ പറ്റും. വെള്ളമില്ലെങ്കിലും ജീവിക്കാൻ പറ്റും, ആഹാരം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും, സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെങ്കിൽ മാഗ്നറ്റിക് പവർ ഇല്ല, അത് 1 സെക്കൻഡ് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത് നോ ലൈഫ് വിത്തൗട്ട് മാഗ്നറ്റിക്സ്. അത് വളരെ ഗ്രേറ്റ് പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയിലെ ഈ ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ് ഉപയോഗിക്കുന്നപ്പോ നമ്മുടെ വേറൊരു ഡോക്ടറുടെയും കൂടെ സ്വാധീനവും പ്രസൻസും ആക്ഷനും വേണം. അത് നമ്മൾ മറന്നു കളയല്ലേ. ഉദയസൂര്യന്റെ രശ്മിയാണ് ഈ ലോകത്തിലെ എല്ലാത്തിനും
മെറ്റബോളിക് പ്രോഗ്രസ് കൊടുക്കുന്ന ഒരു സാധനം മേളത്തെ ഡോക്ടറാണ്, സൂര്യനാണ്. അപ്പോൾ നമ്മൾ ഈ ബയോമാഗ്നറ്റിക് മാറ്റേഴ്സ് ഉപയോഗിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പം വരും. നിങ്ങളെ മേളത്തെ ഡോക്ടറുടെ സേവനം നിങ്ങൾക്കില്ല. അപ്പോൾ ഒരു 8:30 മണി 9 മണി വരെയുള്ളത് റേഡിയേഷൻ കൂടുതലുള്ളതായ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സംഗതിയാണ് ആ ഡോക്ടറുടെ കയ്യിലുള്ളത്. ആ ഡോക്ടറുടെ രശ്മി നമ്മുടെ ശരീരത്തിൽ അടിക്കണം. അപ്പോൾ ഒരു കസറ ഇട്ടിട്ട് ആ ഉദയസൂര്യൻ കടന്നു വരുന്ന ആ സ്ഥാനം നമ്മൾ കുറച്ചിരിക്കണം. അല്ലെ നമ്മുടെ മുറ്റത്ത് ആ ഉദയസൂര്യൻ കൊണ്ടിട്ട് ഒരു ഉടുപ്പില്ലാതെ നടക്കണം. അപ്പം കട്ടി കുറഞ്ഞ ലേഡീസൊക്കെ കട്ടി കുറഞ്ഞായ വസ്ത്രം ധരിച്ച് കുറച്ചു നേരം 5-10 മിനിറ്റ് കാണിക്കും. എന്നും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ബയോമാഗ്നറ്റിക് ആക്ഷൻ നമ്മൾ പൂർത്തീകരിക്കത്തുള്ളൂ. ബയോമാഗ്നറ്റിക് ഒരിക്കലും പൂർത്തീകരിക്കില്ല. നിങ്ങൾ അത് വെച്ചോ. സൂര്യപ്രകാശം കയറാത്ത വ്യക്തികളുടെ ശരീരത്തിൽ ഇത് ഫുള്ളായിട്ട് പ്രവർത്തിക്കത്തില്ല. അതിന് അഡീഷണൽ ആയിട്ട് ഒരു വൈറ്റമിൻ ആണ് ഈ റേഡിയേഷൻ മെന്റ്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഇല്ലാതെ വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കാതെ ഒരു സെൽസും പ്രോപ്പർ ഫംഗ്ഷൻ ചെയ്യത്തില്ല. വൈറ്റമിൻ ഡി സിന്തസിസ് വേണമെങ്കിൽ സൂര്യപ്രകാശത്തിന് മാത്രമേ ആ ഡോക്ടർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വേളിലും ആകാശത്തും ഭൂമിയിലും 2 ഡോക്ടർമാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇപ്പം മനുഷ്യരെ സൃഷ്ടിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രസൻസും കൂടെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പൊ സമയത്രായി സലീം സാറ് 7 മണിയായിരുന്നു അല്ലേ? 7 മണിയാകുമ്പോൾ കൂടുതൽ നിർത്തുന്നില്ല. അപ്പൊ ഞാൻ വളരെ ചുരുക്കമായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞുള്ളൂ. വേറെ സന്ദർഭത്തിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൂടെ ഈ പ്രോഡക്റ്റ് നമ്മളെ ദൈവത്തിന്റെ സൃഷ്ടിയായ എനർജി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ മാറും. ഒരു ഹ്യൂമൻ ബീയിങ് കംപ്ലീറ്റ് മാറും. അവന്റെ സ്വഭാവത്തിലും അവന്റെ നേച്ചറിലും എല്ലാം മാറിയേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതിപ്പം നമുക്ക് കൂടുതൽ സ്നേഹം, സന്തോഷം, ചാരിറ്റി എല്ലാം ചെയ്യണം അല്ലെ? ഇത് നമുക്കിപ്പം തന്നെ അറിയാം. നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേ പിന്നെ ചിലർക്കൊക്കെ ഇഷ്ടം പോലെ കാശുണ്ടാകും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവത്തെ മാനിക്കുന്നതിനെ ദൈവം മാനിക്കും. ദൈവം മാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മുന്നിൽ നിന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും മനോജ് സാറിന് ബിഗ് സല്യൂട്ട്, സ്നേഹം. തീർച്ചയായിട്ടും ഞാൻ നിർത്താൻ പോവുകയാണ്. ഇപ്പം 7 മണിയായി. അപ്പം നമുക്ക് കിട്ടുന്ന ഈ മഹത്തരമായ പ്രൊഡക്റ്റ് നമ്മുടെ എല്ലാ അർത്ഥത്തിലും സത്യസന്ധതയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ ഒക്കെ ഇത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട്. ഉദാഹരണം ഞാൻ ചെയ്തിട്ട് പറയുകയല്ല, പക്ഷേങ്കിൽ അത് ഒരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ നിർത്താം. ഞാൻ ഒരു 10-800 ചില്ലുവാൻ പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 മക്കളും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ സാധാരണ ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പണ്ടേ എനിക്കൊരു വീക്ക്നെസ് അല്ല, നല്ലൊരു സ്വഭാവം, മറ്റ് എളിയവനെ എനിക്കൊരു കരുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ആ സ്വഭാവം എനിക്കുണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലോ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാരോ എല്ലാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നീ അവരോട് പൈസ വാങ്ങിക്കേണ്ടെന്ന് പറയും. ദൈവം എന്നോട് പറയാം, ഞാൻ വാങ്ങിക്കത്തില്ല. അങ്ങനെ ഒരു 10-15 പ്രോഡക്റ്റ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നും അതുകൊണ്ടാണ് ദൈവം എന്നെ ഒരു 2ാമത്തെ ജീവിതം എനിക്ക് ദൈവം തന്നത്. സെക്കൻഡ് ലൈഫാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്നേ മൺമറഞ്ഞ് പുഴുവഴിച്ച് പോകേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും സെക്കൻഡ് ലൈഫ് തന്നപ്പോൾ നമ്മൾ അത് ദൈവത്തോട് നന്ദി കാണിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സമ്പത്തൊക്കെ ഇതിനകത്തോട് കിട്ടും. ഒരു പാവപ്പെട്ടവന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ ചെന്നു, നമുക്കറിയാം പാവപ്പെട്ടവനാണ്, നമ്മുടെ കാശുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അവന് 1000 രൂപ കുറവാ, അല്ല 500 രൂപ കുറവാ, 2000, നിങ്ങൾ അതങ്ങ് ഇളച്ചു കൊടുക്കണം. മനസ്സിലായി? എന്റെ വർഷനാ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനും അഡ്വൈസാണ്. അപ്പൊ അപ്പുറത്ത് രണ്ട് സെയിൽ ഉടൻ തന്നെ തരും ദൈവം. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. അത് നമ്മൾ ചെയ്യുന്ന ചെയ്ത്. അപ്പൊ ഇതിന്റെ അകത്തൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് കിട്ടുന്ന സന്തോഷം കിട്ടും, സ്നേഹം കിട്ടും, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ചാരിറ്റി കിട്ടും, സമ്പത്ത് കിട്ടും, ആരോഗ്യം കിട്ടും. എല്ലാ രീതിയിലും നമ്മളും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായിട്ട് മാറും ഈ ബയോടെർത്തി വർക്ക് ചെയ്താൽ. അതിൽ കൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ബയോടെർത്തിൽ കൂടെ ആരോഗ്യവും സമ്പത്തും സന്തോഷവും എല്ലാം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ സഹായവും എൻ്റെ സഹകരണവും എൻ്റെ നോളജും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും തരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് എവരിബഡി. താങ്ക് യു. താങ്ക് യു രാജു സാർ. താങ്ക് യു സാറ്. ശരിക്കും ദൈവത്തിന് അനുഗ്രഹമുള്ള ഒരു ആള് തന്നെയാണ്. കാരണം മൃഗങ്ങളെ ചികിത്സിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു മനസ്സും അവരെ സ്നേഹിക്കാനുള്ള എന്താ പറയാ ആ ലൈഫ് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് ആ നോളജും അതുപോലെ ആ സ്നേഹവും ഞങ്ങൾക്ക് കിട്ടാനും അത് ഞങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് സാറ് ഞങ്ങളുടെ കൂടെ
ഇപ്പൊ സാറിന്റെ അനുഗ്രഹം കുറച്ച് ഞങ്ങളിലേക്കും കൂടി പ്രവഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സാറ് സംസാരിക്കുമ്പോ. അപ്പൊ അത്രയും നല്ലൊരു വാക്കുകൾ തന്നെയാണ് സാറിന്റെ. എല്ലാവർക്കും അത് ആ നോളജ് എല്ലാവർക്കും കിട്ടി എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. കാരണം വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവരുടെ മുഖത്തൊക്കെ ആ ഒരു പ്രകാശം കാണുന്നുണ്ട്. സാറിന്റെ ദൈവാനുഗ്രഹം ഞങ്ങളിലേക്കും കൂടി കിട്ടി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു സെക്ഷൻ തന്നെയായിരുന്നു അല്ലെ. പുതിയ പുതിയ കാര്യങ്ങളാണ് സാറ് നമുക്ക് വേണ്ടി പകർന്നു തന്നുകൊണ്ടിരിക്കുക. എല്ലാ ക്ലാസ്സിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. സാർ പുതിയ പുതിയ റിസൾട്ടുകളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പുതിയ പുതിയ അറിവുകളായിട്ടും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ് എപ്പോഴും രാജ് സാറിന്റെ ക്ലാസ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് നല്ലൊരു അറിവ് തന്ന സാറിന് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുകയാണ്. അത് കമന്റ് ആയിട്ടൊക്കെ നമുക്ക് ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ്. കുറെ പേരൊക്കെ കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും സാറിന് നല്ലൊരു, നമുക്ക് സൂം ആയതുകൊണ്ട് നമുക്ക് മെസ്സേജിൽ കൂടെയാണ് നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു നന്ദിയും അല്ലെങ്കിൽ ആ ഒരു കടപ്പാടും സാറിനോട് അത് നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണ് അറിയിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അറിയിക്കുക.